ഹായ് എവ്രി വൺ. സോ നമ്മളുടെ ഇഗ്നോ എക്സാംസും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി പോവാണല്ലോ നമുക്കറിയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇഗ്നോന്റെ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ആണ്. MSWന്റെ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാ MSW പേഴ്സു ചെയ്യുന്ന സ്റ്റുഡൻസിനെയും ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവും. സോ ഇത് എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി തന്നെ നിങ്ങൾ വാച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് എക്സാം ഹാൻഡിൽ ചെയ്യാം, എങ്ങനെ അതിനെ പ്രിപ്പയർ ചെയ്യാം, അതിന്റെ സ്ട്രാറ്റജീസും ടിപ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇതിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇതിന്റെ പാർട്ട് 1 എന്ന് പറയുമ്പോൾ ഇഗ്നോവിന്റെ എക്സാം ഡൈനാമിക്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഏതൊരു എക്സാം എടുത്താലും അതിന് അതിൻ്റെതായിട്ടുള്ള എക്സാം സ്ട്രക്ചേഴ്സ് പാറ്റേൺസും കാണും. സോ ഇവിടെ നിങ്ങൾ എക്സാം സ്ട്രക്ചർ എടുക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇഗ്നോവിന്റെ എക്സാംസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതേണ്ടതാണ്. ആൻഡ് ഓൾസോ നിങ്ങൾ എന്ത് ചെയ്യുക, അനലറ്റിക്കൽ ആയിട്ടുള്ള റിയൽ വേൾഡ് എക്സാമ്പിൾസ് വെച്ചിട്ടുള്ള ആൻസേഴ്സും കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതാൻ വേണ്ടി നോക്കാം. എസ്പെഷ്യലി സോഷ്യൽ വർക്ക് ആൻഡ് പേപ്പേഴ്സ് ആണ്. സോ ദറ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ സറൗണ്ടിങ്സിൽ നിന്നുള്ള എക്സാംസും കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്തിട്ട് ദറ്റ് യു ക്യാൻ റൈറ്റ്. ഓക്കെ, അതേപോലെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസേഴ്സും കാര്യങ്ങളും എഴുതാൻ വേണ്ടി നോക്കുക. പ്രാക്ടിക്കൽ ഇൻസൈറ്റ് ആയിട്ട് എന്താ തിയറിറ്റിക്കൽ കോൺസെപ്റ്റുകളെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് ബേസ്ഡ് പ്രിപ്പറേഷൻ ആണ് എക്സാമിന് വരുന്നത്. നിങ്ങൾക്ക് മെയിൻ ആയിട്ടും 4 പേപ്പേഴ്സ് ഉണ്ട്. MSW1 ഉണ്ട്, MSW അതുപോലെ തന്നെ എന്താണ് 2, MSW1, 2 ആൻഡ് 5 അല്ലെ. ഇത്രയും പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ടും നിങ്ങളുടെ എന്താണ് കോർ പേപ്പേഴ്സ് ആയിട്ട് വരുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഇലക്റ്റീവ്സ് ആണ് അല്ലെ. സോ 1ഉം അതേപോലെ തന്നെ എന്താ പറയാ 5ഉം അതേപോലെ തന്നെ 2ഉം നിങ്ങൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ബാക്കിയുള്ള പേപ്പേഴ്സ് ഇമ്പോർട്ടൻസ് ആണ്. ബിക്കോസ് ക്രെഡിറ്റ് വൈസ് നോക്കാൻ നേരത്ത് എന്താ പറയാ ഈ 5 പേപ്പേഴ്സ് നിങ്ങൾക്ക് മൊത്തം തിയറി പഠിക്കാനുള്ളത് 5 പേപ്പേഴ്സ് ആണ്. 5 പേപ്പേഴ്സിനും 4 ക്രെഡിറ്റ് ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഏത് പേപ്പേഴ്സ് പഠിക്കണം എന്നുള്ളതിൽ നമുക്ക് എല്ലാത്തിനും അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. പക്ഷെ MSW1, 2 ആൻഡ് 5 ആണ് നിങ്ങളുടെ കോർ ആയിട്ടുള്ള വരുന്ന പേപ്പേഴ്സ്. ഓക്കെ, അപ്പൊ അതിൽ കുറച്ചുകൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നോക്കാം. ആൻഡ് നിങ്ങൾ ബാക്കിയുള്ള എന്താ പറയാ സബ്ജക്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കുറെ കൂടിയൊക്കെ പ്രാക്ടിക്കൽ ഇൻസൈറ്റ്സ് വെച്ചിട്ടൂടെ എഴുതാൻ പറ്റുന്ന പേപ്പേഴ്സ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ കൂടി എക്സാം എഴുതാൻ വേണ്ടി നോക്കാം. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പ്രീവിയസ് ഒരു 6 to 5 years എങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ആൻസേഴ്സും കാര്യങ്ങളും എന്ത് ചെയ്യുക, എഴുതാൻ വേണ്ടി നോക്കുക. ഇവൻ നമുക്കാണെന്നുണ്ടെങ്കിൽ PYQ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏത് പാറ്റേണിലാണ്, ഏത് ബ്ലോക്കിൽ നിന്നും ഏത് യൂണിറ്റുകളിൽ നിന്നുമാണ് കുറെ കൂടി ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ഇവിടെ നിന്നൊക്കെയാണ് കൂടുതലും ചോദ്യം ചോദിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ നിങ്ങൾക്കൂടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ കവർ ചെയ്യുക. ഓക്കെ, അടുത്തത് ഇതിന്റെ പാർട്ട് 2 ആണ്. സബ്ജക്ട് സ്പെസിഫിക് സ്ട്രാറ്റജീസ് ആണ്. സബ്ജക്ട് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പേപ്പേഴ്സ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ MSW എടുക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം MSW മെയിൻ ആയിട്ട് വരുന്നത് കോർ സോഷ്യൽ വർക്ക് പേപ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽസ് കാര്യങ്ങളും ഒക്കെ ഫീൽഡ് വർക്കും ഇന്റേൺഷിപ്സും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾക്ക് ഇതിനായിട്ട് മെയിൻ ആയിട്ടും എന്താ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ കോർ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ MSW1 ഉണ്ട്, ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് ആണ്. ഇന്ത്യയിൽ മൊത്തത്തിൽ എങ്ങനെയാണ് സോഷ്യൽ വർക്ക് വന്നത്, അതിന്റെ ഹിസ്റ്ററി, പ്രിൻസിപ്പിൾസ്, എത്തിക്സ് ആൻഡ് വാല്യൂസ് ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എന്ത് ചെയ്യുക, കവർ ചെയ്യാൻ വേണ്ടി നോക്കുക. സോ ഇപ്പൊ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് സോഷ്യൽ വർക്ക് എടുക്കുമ്പോൾ ഒരു ടൈം ലൈൻ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പഠിക്കുക. അപ്പൊ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ MSW2 എടുത്താൽ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ഇന്ത്യൻ പെർസ്പെക്റ്റീവ് ആണ്. ഇൻഡിജീനിയസ് മോഡൽസ് ഓഫ് സോഷ്യൽ വർക്ക്സും കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. കുറെ റീഫോമേഴ്സിന്റെ കാര്യങ്ങളും റോൾ ഓഫ് സോഷ്യൽ റീഫോമേഴ്സ് അല്ലെങ്കിൽ എന്താ റീഫോം മൂവ്മെന്റ്സ് ഏതൊക്കെയാണ് ഇന്ത്യയിലുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ആൻഡ് ഓൾസോ ഈ പറയുന്ന മോഡേൺ സോഷ്യൽ വർക്ക് തിയറീസിൽ ഈ പറയുന്ന ഇന്ത്യൻ സോഷ്യൽ റീഫോമേഴ്സ് കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്താണെന്നൊക്കെ എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ, അതുപോലെ വെസ്റ്റേൺ മോഡൽസ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇന്ത്യയിലുള്ള സോഷ്യൽ വർക്കിന്റെ അപ്രോച്ചസ് എന്താണ് എന്നൊക്കെ നോക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ MSW3 വരുന്നുണ്ട്, ബേസിക് സോഷ്യൽ സയൻസ് കോൺസെപ്റ്റ് ആണ്. അവിടെ എന്ന് പറയുമ്പോൾ സോഷ്യൽ വർക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഷ്യോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ കോൺസെപ്റ്റുകൾ നോക്കാം. അതേപോലെ തന്നെ സോഷ്യലൈസേഷൻ, ഫാമിലി ഡൈനാമിക്സ്, ഗ്രൂപ്പ് ബിഹേവിയർ പോലുള്ള ടോപ്പിക്സുകൾ എന്ത് ചെയ്യാം, കവർ ചെയ്യാൻ വേണ്ടി നോക്കാം. പിന്നെ വരുന്നത് MSW4 ആണ്, സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. സോഷ്യൽ ഡെവലപ്മെന്റ് പോളിസീസ് എന്താണ്, പ്രോഗ്രാംസ് എങ്ങനെയാണ്, സസ്റ്റൈനബിലിറ്റി എന്താണ്, അതേപോലെ തന്നെ പോവേർട്ടി, ഇൻഇക്വാലിറ്റി, എൻവയോൺമെന്റ് ചാലഞ്ചസ് പോലുള്ള ഇഷ്യൂസിൽ എങ്ങനെയൊക്കെയാണ് സോഷ്യൽ വർക്കറിന്റെ റോള് വരുന്നത് എന്നൊക്കെ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പഠിക്കുക.
അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിൽ സോഷ്യൽ വർക്കിനുള്ള ഇമ്പാക്ട് എന്താണ് എന്നൊക്കെയുള്ള കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, യൂസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കാം. ആൻഡ് ഓൾസോ ട്രൈ ടു റിലേറ്റ് സോഷ്യൽ ഡെവലപ്മെന്റ് കോൺസെപ്റ്റ് ടു റീസെന്റ് ഗവൺമെന്റ് പോളിസീസ് ആൻഡ് ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സ്. ഓക്കെ. അടുത്തതെന്ന് പറയുമ്പോഴത്തേക്കും MSW5 ആണ്. നിങ്ങൾക്ക് പ്രാക്ടിക്കലി കുറച്ചുകൂടെ എങ്ങനെയൊക്കെയാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്നുള്ളത് എന്താ പറഞ്ഞു തരുന്ന പേപ്പറാണ് സോഷ്യൽ വർക്ക് പ്രാക്ടിക്കൽ ആൻഡ് സൂപ്പർവിഷൻ MSW5 എന്ന് പറയുന്ന ഫീൽഡ് വർക്കിന്റെയും സൂപ്പർവിഷന്റെയും അതേപോലെ തന്നെ ഫീൽഡ് വർക്ക് പ്രാക്ടിക്കലിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെയൊക്കെ നമുക്ക് എഫക്റ്റീവായി ഡോക്യുമെന്റേഷനും ക്ലയന്റ് ഇന്ററാക്ഷനും ഒക്കെ ചെയ്യാം എന്നുള്ളത് പഠിപ്പിച്ചു തരുന്ന ഒരു എന്താണ് പേപ്പറാണ് MSW5 സോഷ്യൽ വർക്ക് പ്രാക്ടിക്കൽ ആൻഡ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. സോ അവിടെ നമുക്ക് എന്താ കുറച്ചുകൂടെ റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള നോട്ട്സുകളും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി നോക്കാം. അതേപോലെ നിങ്ങൾ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് കുറച്ചുകൂടെ ഒക്കെ നല്ല രീതിയിൽ എഴുതാൻ വേണ്ടി സാധിക്കും. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് കോർ സോഷ്യൽ വർക്ക് പേപ്പേഴ്സിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് പാർട്ട് 3 ആണ്. ജനറൽ ആയിട്ടുള്ള സ്റ്റഡി ടിപ്സ് ആണ്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരു വ്യക്തതയും ഇല്ലാതെ നിങ്ങൾ പുസ്തകത്തിന് മുന്നിൽ പോയിരുന്നാൽ നിങ്ങൾക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കോർ തിയറിറ്റിക്കൽ സബ്ജക്ട്സ് ലൈക്ക് കോൺഫിഡൻറ് ഡെവലപ്മെന്റ്, സോഷ്യൽ വർക്ക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ്, MSW1, 2, 5 ഇതൊക്കെ നിങ്ങൾ കുറച്ച് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കാം. അതേപോലെ റിയൽ ലൈഫിലുള്ള എക്സാമ്പിൾസ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആൻസേഴ്സ് എഴുതാൻ വേണ്ടി നോക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഫീൽഡ് വർക്ക് ചെയ്യുമ്പോൾ എന്താ പറയുക, വി ഗെറ്റ് ആൻ ഇൻസൈറ്റ് ഫ്രം ദ ഫീൽഡ് വർക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന കൺകറന്റ് ആയിക്കോട്ടെ, ബ്ലോക്ക് പ്ലേസ്മെന്റ് ആയിക്കോട്ടെ, ദറ്റ് വി ഗെറ്റ് സം ഇൻസൈറ്റ്സ് ഫ്രം ദ ഫീൽഡ് വർക്ക്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ളതിൽ നിന്നും എന്താ പറയാ, ട്രൈ ടു ക്യാച്ച് സം റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആൻഡ് നിങ്ങൾ ആൻസർ എഴുതുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക, ട്രൈ ടു ഇൻകോപ്പറേറ്റ് ദാറ്റ് ടു യുവർ എന്താ ആൻസർ പേപ്പർ. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാര്യമാണ്. ആൻസർ ചെക്ക് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും, ഓക്കെ എന്താ പറയാ, ഈ എക്സാം എഴുതുന്ന കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം എന്നുള്ളൊരു തോട്ടും വരും. അതുപോലെ തന്നെ മൈൻഡ് മാപ്സ്, ഫ്ലോ ചാർട്ട്സും യൂസ് ചെയ്യുക. അതേപോലെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പേപ്പർ എടുത്തിട്ട് ഒരു ക്വസ്റ്റൻ എടുക്കുക. ഒരു ക്വസ്റ്റൻ എടുത്താൽ മതി. അതിന് പ്രോപ്പർ ആയിട്ട് ഇൻട്രൊഡക്ഷൻ, ബോഡി, അതിന്റെ കൺക്ലൂഷൻ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആൻസർ എഴുതുക. സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കുറെ വർഷമൊക്കെ കഴിഞ്ഞിട്ട് എക്സാം എഴുതുന്ന കുട്ടികൾ കാണും. സോ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ. നിങ്ങൾക്ക് എഴുതുന്നതിൽ സ്പീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സോ അങ്ങനെ ഒരു ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് നോക്കാം. അതേപോലെ തന്നെ വളരെ എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഒന്നും നോക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലൂടെ ഗോ ത്രൂ ചെയ്യണം. ആൻഡ് നോക്കിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നോക്കിയ കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പാർട്ട് 4 ആണ് ഓഫ് എക്സാംസ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആണ്. എക്സാം ഡേ സ്ട്രാറ്റജി. നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ ടൈം എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. നിങ്ങൾക്ക് ഓരോ മാർക്കിനനുസരിച്ചിട്ടുള്ള എന്താണ് ക്വസ്റ്റ്യൻ എടുക്കുമ്പോഴും അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ടൈം അലോക്കേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആദ്യം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് അതിന് ഉത്തരം എഴുതാൻ പറ്റും എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻ ആദ്യമേ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ എഫക്റ്റീവ് ആയിട്ട് പ്രസന്റ് ചെയ്യാന്നുള്ളതാണ്. കുറെ വെട്ടും കുത്തും അതും ഇതും ഒന്നും പാടില്ല. നല്ല വൃത്തിക്ക് നല്ല പോയിന്റ് വൈസ് ആയിട്ടും അല്ലെങ്കിൽ നന്നായിട്ട് നല്ല പാരഗ്രാഫ് ആയിട്ടൊക്കെ നിങ്ങൾ എഴുതുമ്പോൾ നല്ല വൃത്തിക്ക് എഴുതുക. ബിക്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലേ. സോ ദറ്റ് നിങ്ങളുടെ ഇൻവിജിലേറ്റർ അല്ലെങ്കിൽ എക്സാം നോക്കുന്ന ആരാണോ ആൾ നോക്കുമ്പോൾ
ആൾക്ക് തോന്നണം ഓക്കെ നല്ലൊരു പേപ്പർ ആണ്, ആ ഒരു അറ്റൻഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്, നല്ല രീതിയിൽ പോയിന്റ്സ് അവർക്കും ക്യാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മൾ തപ്പണം എവിടെയാണ് ഈ പോയിന്റ് എഴുതിയേക്കുന്നത്, വളരെ കുഞ്ഞതായിട്ട് എഴുതാനൊന്നും നോക്കാണ്ട് കുറച്ച് ആവശ്യത്തിന് വലുപ്പത്തിലൊക്കെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. എന്തെങ്കിലും ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്താ പറയാ ക്യാൻ മേക്ക് ഇറ്റ് പെർഫെക്റ്റ്. അങ്ങനെ നിങ്ങൾ നോക്കിയിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എഫക്റ്റീവ് ആയിട്ടുള്ള പ്രസന്റേഷൻസും കാര്യങ്ങളും കൊണ്ടുവരിക. അതാണ് പാർട്ട് 4 എന്ന് പറയുന്നത്. ആൻഡ് കമ്മിങ് ടു പാർട്ട് 5, കുറച്ച് ടിപ്സും മോട്ടിവേഷൻസും ആണ്. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുക. എല്ലാ ഡേയിലും നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. നിങ്ങളുടെ നോട്ട്സ് വീഡിയോസ് ആയിക്കോട്ടെ, നിങ്ങൾ എന്താണോ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്, മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ ഇറ്റ് എവറി ഡേ. ഓക്കെ, കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. കൺസിസ്റ്റൻസി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാടായിരിക്കും. കാരണം കൺസിസ്റ്റന്റ് ആവുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു എനർജിയും എന്തൂസിയാസും ഒക്കെ ബിൽഡ് ചെയ്ത് എടുക്കാനുള്ള ഒരു കാര്യം അവിടെ ബിൽഡ് ആവുകയാണ്. ആൻഡ് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ബ്രേക്സും കാര്യങ്ങളൊക്കെ എടുക്കുക. that if you are not taking any breaks, it will affect your study. Okay, നിങ്ങളുടെ ബ്രെയിനിന് that your brain needs some kind of refreshment, break, rest, and otherwise it won't work properly. So make sure that you're having proper sleep. നിങ്ങൾ സ്ലീപ്പ് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക, ബ്രെയിന് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് കൊടുക്കുക. ഒരു 20 മിനിറ്റ്സ് പഠിച്ചിട്ട് മടുക്കുകയാണെന്നുണ്ടെങ്കിൽ that you can have some walk or എന്താ പറയാ എന്തെങ്കിലും ഡ്രിങ്ക് സ്നാക്സ് ഒക്കെ ഇൻ ബിറ്റ്വീൻ കഴിക്കാം. പക്ഷെ പ്രോപ്പർ ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക. എല്ലാ നമ്മുടെ എക്സാമിന് തലേ ദിവസം കുറെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്ക് സ്റ്റൊമക്കിനൊന്നും പ്രോബ്ലംസ് അങ്ങനെയൊന്നും ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. പ്രോപ്പർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഡയറ്റ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഇൻ ബിറ്റ്വീൻ ഓൾസോ ബ്രെയിനിന് വേണ്ട രീതിയിലുള്ള റിഫ്രഷ്മെന്റ്സും കാര്യങ്ങളും ബ്രേക്സും കാര്യങ്ങളൊക്കെ എടുക്കുക. സോ ദാറ്റ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു അവോയ്ഡ് സം ബേൺ ഔട്ട് ആൻഡ് മൈൻഡ് പ്രഷർ. ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, and always remember that social work is not just a profession but a way to create meaningful change in society. അല്ലെ social work എന്ന് പറയുമ്പോൾ just it's not a profession. നമുക്ക് that we have to make some changes in society. സൊസൈറ്റിയിൽ എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ that you have to identify the problem of the people and also we have that responsibility to change that particular problem in society. അപ്പൊ അത് നിങ്ങൾ മനസ്സിൽ എപ്പോഴും നോക്കാം. പ്രിപ്പയർ വിത്ത് പാഷൻ ആൻഡ് പേർപ്പസ്. ഒരു പേർപ്പസോട് കൂടി എക്സാമിനെ കാണും. അല്ലാണ്ട് ഓക്കെ എനിക്കിത് എങ്ങനെയും ജയിച്ചു പോകണം, ആ ഒരു മൈൻഡ് നമുക്ക് ജയിക്കണം ഓഫ് കോഴ്സ്. ബട്ട് മോർ ദാൻ ദാറ്റ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾക്കൊരു തോട്ട് ഉണ്ട്, ഞാനിത് പഠിക്കുന്നത് ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ പ്രൊഫഷനിലേക്ക് ഇറങ്ങുമ്പോൾ ഐ എം ഗോയിങ് ടു ഹെൽപ്പ് ദ പീപ്പിൾ അല്ലെ. സോ ദാറ്റ് എനിക്കെല്ലാം അറിയണം. പ്രോപ്പർ ആയിട്ടും എന്റെ മൈൻഡിൽ ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളൊരു പ്രോപ്പർ ധാരണ വേണം. അപ്പം എക്സാമിന് വേണ്ടി മാത്രം ജസ്റ്റ് പഠിക്കാൻ എന്നതിലുപരി നിങ്ങൾ അർത്ഥം അറിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സോ ദാറ്റ് നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ വേണം എന്നുള്ള പഠിക്കുക. അപ്പോ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഹാർഡ് വർക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഹാർഡ് വർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം നടക്കില്ല. അപ്പൊ അതിനോടൊപ്പം തന്നെ പ്രാർത്ഥനയും വേണം. അപ്പോ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ എന്ത് മൈൻഡിൽ കൊണ്ടുവരിക, പഠിക്കുക, നല്ല രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ എന്ത് പഠിക്കുക. ബാക്കിയുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക, പ്രോപ്പർ ആയിട്ട് പഠിക്കുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എക്സാം. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.